അടുത്ത ഒരു സെക്ഷൻ നല്ല ഒരു സെക്ഷനാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മാഗ്നറ്റിക് ഡൈപോൾ കെപ്റ്റ് ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ്? ഒരു മാഗ്നറ്റിക് നീഡിലിനെ എടുത്ത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് അവിടെ കിടന്ന് കറങ്ങും. അപ്പോൾ കറങ്ങുന്ന സമയത്ത് അതിന് സ്ട്രെയിൻ ഉണ്ടാകും, ശരിയല്ലേ? അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഡെവലപ്പ് ആവും. ശരിയാണോ? ഒരു മാഗ്നറ്റിക് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്തോട്ട് ഓടിച്ചെന്ന് കയറി കൊടുക്കുമ്പോഴത്തേക്ക് അവിടെയുള്ള ആളുകൾ എന്നെ എടുത്ത് ചവിട്ടി കറക്കി അപ്പോൾ ചവിട്ടി കറക്കുമ്പോൾ എനിക്ക് സ്ട്രെയിൻ ഡെവലപ്പ് ആവും. അതുപോലെ മാഗ്നറ്റിക് നീഡിൽ ഇവിടെ ഇരിക്കുന്നു. ഇതിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തോട്ട് കയറ്റുമ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ മണ്ടയിൽ ഫോഴ്സ് കൊടുത്തിട്ട് പിടിച്ച് കറക്കും, ഒരു ടോർക്ക് കൊടുത്തിട്ട് കറക്കും. ഫോഴ്സ് കൊടുത്തിട്ട് കറക്കുന്നതല്ല, ടോർക്ക് കൊടുത്തിട്ട് കറക്കും ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ മാഗ്നറ്റിക് നീഡിൽ ഇവിടെ കിടന്ന് കറങ്ങും. അപ്പോൾ അതിന് ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ആവും. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഡെവലപ്പ് ആവും. അത് കണ്ടുപിടിക്കട്ടെ. പൊട്ടൻഷ്യൽ എനർജിക്ക് നമ്മൾ ലെറ്റർ യു എന്ന് കൊടുക്കാം. അപ്പോൾ ഒന്നുമില്ല, ഞാനിപ്പോൾ ഒരു മാഗ്നറ്റിക് നീഡിലിനെ എടുത്ത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് വെച്ചു. ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. ടോർക്കിൻ്റെ ആൻസർ പറയൂ. ടോർക്ക് ഈസ് ഈക്വൽ ടു mb sin തീറ്റ. ഈ ടോർക്ക് കാരണം ആ നീഡിൽ അവിടെ കിടന്ന് കറങ്ങും. ഈ കറങ്ങുന്ന സാധനത്തിന്, കറങ്ങുന്ന നീഡിലിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിങ്ങൾ പിടിച്ച് കറക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കറങ്ങുന്ന ഫാനിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിച്ച് കറക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. കൊഴുപ്പ് തന്നെ. അപ്പോൾ എന്താണ്? അപ്പോൾ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കമ്പ് കുത്തി കയറ്റി ഓപ്പോസിറ്റ് പിടിച്ച് കറക്കണം. അടികൊള്ളാത്തതിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അതുപോലെ മാഗ്നറ്റിക് നീഡിൽ കറങ്ങുകയാണ്. കറങ്ങുന്നതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിച്ച് കറക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. ശരിയാണല്ലോ? എടാ, മാഗ്നറ്റിക് നീഡിലിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കറങ്ങുന്നു. പാവ നീഡിൽ. ഈ കറങ്ങുന്ന നീഡിലിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കുഞ്ഞാംഗിൾ ഡി തീറ്റ ആംഗിൾ കറക്കണം. അതിനുവേണ്ടി എന്തായാലും വർക്ക് ചെയ്തേ പറ്റൂ. വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയും. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. ഇവിടെ റൊട്ടേഷൻ ആകുമ്പോൾ വർക്കിൻ്റെ ആൻസർ ഫോഴ്സിന് പകരം ടോർക്ക്. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഞാൻ പറഞ്ഞു ഡി തീറ്റ ആണെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യേണ്ടി വരുന്ന വർക്കിൻ്റെ ആൻസർ പറയൂ. ടോ ഡി തീറ്റ എന്നാണ്. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ടോർക്കിൻ്റെ ആൻസർ mb sin തീറ്റ എന്നാണ്. അപ്പോൾ mb sin തീറ്റ ഡി തീറ്റ. ഇത്രയും വർക്ക് ചെയ്തിട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ? നീഡിലിനെ പിടിച്ച് കറക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ആംഗിൾ കറക്കണമെങ്കിൽ, തീറ്റ എന്ന് പറയുന്ന ഒരു വലിയ ആംഗിൾ ഞാൻ പിടിച്ച് കറക്കണമെങ്കിൽ ചെയ്യേണ്ടി വരുന്ന വർക്ക് എത്ര വരും? വർക്ക് ഈസ് ഈക്വൽ ടു പറയൂ. ഇതെല്ലാം കുഞ്ഞു വർക്കാണ്. അപ്പോൾ ഇത് കുഞ്ഞു വർക്കാണ്. അപ്പോൾ ഒരു വലിയ ആംഗിൾ കറക്കാൻ ചെയ്യുന്ന വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ mb sin തീറ്റ ഡി തീറ്റ. ഓക്കെ, കുളമാക്കരുത്. ഇനി അടുത്ത ബാക്കി mb പുറത്തെടുത്തു, ബാക്കി ഇന്റഗ്രൽ sin തീറ്റ ഡി തീറ്റ. ഓക്കെ, സോ ഈസ് ഈക്വൽ ടു പറയും mb അതുപോലെ എഴുതി. സൈൻ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? മൈനസ് കോസ് തീറ്റ. അത് തന്നെയല്ലേ? ആണ്. സോ സൈൻ തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും മൈനസ് കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യേണ്ടി വരുന്ന വർക്കിൻ്റെ ആൻസർ പറ. മൈനസ് mb കോസ് തീറ്റ എന്നാണ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് നീഡിലിനെ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് കൊണ്ട് കയറ്റിയപ്പോൾ മാഗ്നറ്റിക് നീഡിൽ കറങ്ങിയവനെ ഓപ്പോസിറ്റ് പിടിച്ച് കറക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? വർക്ക് ചെയ്തു. ഞാൻ ചെയ്ത വർക്കിൻ്റെ ആൻസർ എന്താണ്? മൈനസ് mb കോസ് തീറ്റ. ഇത്രയും മണ്ടേക്ക് അറിയല്ലോ. ഞാൻ ചെയ്ത ഈ വർക്ക് കാരണം ആ നീഡിൽ സ്ട്രെയിനിലാവും. അപ്പോൾ അതിനകത്ത് പൊട്ടൻഷ്യൽ എനർജി ഡെവലപ്പ് ആവും. അപ്പോൾ ഞാൻ ചെയ്ത ഈ വർക്ക് എന്തായിട്ട് മാറും? ഞാൻ ചെയ്ത ഈ വർക്ക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അപ്പോൾ വർക്കിനെ മാറ്റിയിട്ട് അവിടെ പൊട്ടൻഷ്യൽ എനർജി യു എന്ന് എഴുതുക. അപ്പോൾ യു ഇതിൻ്റെ ആൻസർ പറയൂ. യു ഈസ് ഈക്വൽ ടു മൈനസ് mb കോസ് തീറ്റ എന്നാണ്. ഓക്കെ, വല്ല പാടും തോന്നിയോ? അപ്പോൾ ഒരു മാഗ്നറ്റിക് നീഡിൽ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്തോണ്ടെന്ന് കയറ്റിയപ്പോൾ ആ മാഗ്നറ്റിക് നീഡിൽ റൊട്ടേറ്റ് ചെയ്തു. അതിനെ പിടിച്ച് ഓപ്പോസിറ്റ് കറക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്തു. ആ വർക്ക് അവിടുത്തെ എന്തായി മാറി? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസർ പറ. മൈനസ് mb കോസ് തീറ്റ. ഇതിനകത്ത് ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0, തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസർ എത്ര വരും? മൈനസ് mb കോസ് 0. കോസ് 0 എത്ര? 1. അപ്പോൾ യു ഈസ് ഈക്വൽ ടു മൈനസ് mb എന്ന ഒരു ആൻസർ കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നോക്കണം. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു നോക്കണം 90 ആണെങ്കിലോ? ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ മക്കളെ പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസർ എത്ര വരും? മൈനസ് mb കോസ് 90. കോസ് 90 എത്ര? സൈൻ 90 എത്ര? 1. കോസ് 90 0.
അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള ആൻസർ 0 എന്ന് വരും. ഓക്കെ, ഇനി അടുത്തത് നോക്കണം. ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ആയിരുന്നെങ്കിലോ യുവിൻ്റെ ആൻസർ എത്ര വന്നേനെ? യു ഈസ് ഈക്വൽ ടു മൈനസ് എം ബി കോസ് 180 എന്ന് വന്നേനെ. കോസ് 180 എത്രയാ? കോസ് 180 -1. അപ്പോൾ യുവിൻ്റെ ആൻസർ എത്ര വരും? മൈനസ് എം ബി ഇൻറ്റു -1 എന്ന് വരും. അപ്പോൾ യു ഈസ് ഈക്വൽ ടു പ്ലസ് എം ബി എന്നായില്ലേ? ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസർ എന്ത് കിട്ടി? യു ഈക്വൽ ടു എം ബി എന്ന് കിട്ടി. യു ഈക്വൽ ടു എം ബി. കണ്ടോ? അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസർ ഒരെണ്ണം എഴുതിയിട്ടുണ്ട്, യു ഈക്വൽ ടു നെഗറ്റീവ് എം ബി. ഓക്കെ, ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ആൻസർ എഴുതിയിട്ടുണ്ട് 0. ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ആൻസർ എഴുതിയിട്ടുണ്ട് എം ബി. ഇതിലേതാ ഏറ്റവും വലുത്? മൈനസ് എം ബി ആണോ 0 ആണോ എം ബി ആണോ വലുത്? എം ബി അല്ലേ വലുത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം. പൊട്ടൻഷ്യൽ എനർജി മാക്സിമം എന്ന് പറഞ്ഞാൽ എനർജി ഭയങ്കര കൂടി കിടക്കുന്നു. അപ്പോൾ അത് അൺസ്റ്റേബിൾ അല്ലേ? അപ്പോൾ ഇതാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഒരു എന്താണ് മാഗ്നറ്റിക് നീഡിലിനെ എടുത്ത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അവൻ കറങ്ങുന്നവനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിച്ച് കറക്കുക. അപ്പോൾ ആ സമയത്ത് അൺസ്റ്റേബിൾ പൊസിഷൻ എന്ന് പറയുന്നത് സമയത്ത് പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസർ പറ യു ഈസ് ഈക്വൽ ടു എം ബി ആണ്. അപ്പോൾ അവിടുത്തെ തീറ്റ വാല്യൂ എത്ര? 180 ആണ്. ഓർത്ത് വെച്ചോണം. ഇനി ഇതല്ലേ മിനിമം പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. സോ മിനിമം പൊട്ടൻഷ്യൽ എനർജി മിനിമം എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ അല്ലേ? അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ഓർത്ത് വെച്ചോണം. തീറ്റ വാല്യൂ 0 ആയിരിക്കുമ്പോഴാണ്, തീറ്റ വാല്യൂ 0 ആയിരിക്കുമ്പോഴത്തേക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ആൻസർ മിനിമം. ഇനി അപ്പോൾ സ്റ്റേബിൾ. ഇനി തീറ്റയുടെ വാല്യൂ 180 ആകുമ്പോഴത്തേക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ മാക്സിമം. സോ മാക്സ് എന്താണ്? അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇത് നമ്മൾ അവിടെ പഠിച്ച സാധനം തന്നെയല്ലേ? അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് ഞാൻ തുടങ്ങുകയാണ്. സോ ഈ സമാധാനമായിട്ട് ആൻസർ പറയുക. നോക്കൂ, എ മാഗ്നറ്റിക് നീഡിൽ ഈസ് കെപ്റ്റ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക്. സോ വാട്ട് ഈസ് എ ടോർക്ക്? സോ ടോർക്ക് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ. എനി ഡൗട്ട്? Due to this torque, the magnetic needle will turn. We want to rotate it in the opposite direction to an angle d theta. So we should do work. So how will you calculate work? Work is equal to force into displacement. We think you don't write. See, work is equal to in rotation, instead of force, torque, instead of distance, theta. So this is idea. Now, see, I want to rotate through a small angle d theta. So, what is the work required? Work required will be a small work. Work equal to, instead of torque, then instead of theta, d theta. Okay, any problem? Then, so dw is equal to, what is the answer of torque? mb sin theta, then d theta. This is a work required in turning the dipole through an angle d theta. What is the work required in turning it through a large angle theta? So that work is equal to integral this. So integral mb sin theta d theta. Okay. Then work is equal to mb taken out. Then integral sin theta d theta. Okay, no problem. So work is equal to mb as such. Then integral sin theta d theta is minus cos theta. So minus cos theta. Okay. Then work is equal to, tell me, what is answer of work? Minus mb cos theta. This is a work done in rotating the dipole through an angle theta. Okay. Any problem? Next is, say, listen. This work becomes potential energy. ഈ വർക്ക് എന്തായിട്ട് മാറും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. സോ പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു വാട്ട്? മൈനസ് എം ബി കോസ് തീറ്റ. മനസ്സിലായോ? Then potential energy is represented by the letter u. So u is equal to minus mb cos theta. This is the answer we require. So a magnetic needle is kept in external magnetic field. Then the magnetic needle will experience a torque and it will turn.
So you are turning it in the opposite direction through an angle theta. So work required for this process becomes potential energy. So answer of potential energy is minus mb cos theta. Then if theta is equal to 90 degree, then what is the answer of potential energy? Minus mb cos 90. Answer is 0. If theta is equal to 0 degree, what is the answer of potential energy? Minus mb cos 0. What is cos 0? 1. So u is equal to minus mb. So potential energy is minimum. Potential energy is minimum. When potential energy is minimum, it is a condition for stable equilibrium. So your dipole is in stable equilibrium when theta is equal to 0. If theta is equal to 180 degree, u is equal to, tell me, minus mb cos 180. What is cos 180? Minus 1. So it becomes minus mb into minus 1. So u is equal to mb. So potential energy is maximum. When energy is maximum, it will be unstable. So this is a condition for unstable equilibrium. So when is it unstable equilibrium? When theta equal to 180, your dipole is in unstable equilibrium. So is it clear? Is it clear to you? So when a magnetic dipole is kept in external magnetic field, it will experience a torque. Due to that torque, it will turn. If you want to rotate it through an angle theta in the opposite direction, you have to do work. That work becomes potential energy. What is the answer of potential energy? Minus mb cos theta. Then when theta is equal to 90, potential energy becomes 0. When theta is equal to 0, the potential energy becomes minus mb. The potential energy is minimum and dipole is in most stable equilibrium. When theta is equal to 180 degree, potential energy becomes mb. Then the potential energy is maximum. So your dipole will be in most unstable equilibrium. അപ്പോൾ ആ കണ്ടീഷൻസ് നിങ്ങൾ ഓർത്ത് വെച്ചോണം. ഓക്കെ, അപ്പോൾ ഇത്രയും പോരെ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതിയെന്ന്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. സിമ്പിളാണ്. ഇപ്പോൾ ഈ ലാസ്റ്റിൽ പറഞ്ഞ സെക്ഷൻ മാത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് പോയാൽ മതി. ഓക്കെ, സോ വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.